ലോക ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ടതും അധികമാരും ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു അധ്യായമാണ് ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയർ കൂട്ടക്കൊല. ചൈനയുടെ രാഷ്ട്രീയത്തിൽ അവർ ഓർക്കാൻ ശ്രമിക്കാത്തതും മറയ്ക്കാൻ ശ്രമിക്കുന്നതുമായ ഒരു സംഭവം. 1989 ജൂൺ 4 ചൈനയിലെ ടിയാനൻമെൻ സ്ക്വയറിൽ ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടിയിരുന്നു. അവരിൽ ഭൂരിഭാഗവും വിദ്യാർത്ഥികളായിരുന്നു. കഴിഞ്ഞ 1.5 വർഷമായി ജനാധിപത്യം സ്ഥാപിക്കുക, അഴിമതി അവസാനിപ്പിക്കുക, അഭിപ്രായ സ്വാതന്ത്ര്യം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് അവിടെ അവർ പ്രതിഷേധിക്കുകയായിരുന്നു. തങ്ങൾക്ക് മാറ്റം വേണം, തങ്ങൾക്ക് സംസാരിക്കുവാനുള്ള സ്വാതന്ത്ര്യം വേണം എന്നവർ മുദ്രാവാക്യം വിളിച്ചു. എന്നാൽ ഭരണത്തിലിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇത് ചെവിക്കൊണ്ടില്ല. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് വേരുകൾ പിഴുതെറിയാൻ ശ്രമിക്കുന്ന പ്രതിവിപ്ലവകാരികളായി മാറുമെന്ന് ഭയന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രത്തിലെ തന്നെ ക്രൂരമായ മറ്റൊരു തീരുമാനമെടുത്തു. അന്ന് രാത്രിയിൽ 8000-ഓളം സൈനികരും 100 കണക്കിന് യുദ്ധ ടാങ്കുകളും സ്വന്തം ജനങ്ങളെ അടിച്ചമർത്താൻ ബീജിങ്ങിൻ്റെ തെരുവുകളിലേക്ക് ഇറങ്ങി. എന്ത് വില കൊടുത്തും ടിയാനൻമെൻ സ്ക്വയർ ഒഴിപ്പിക്കുക എന്നതായിരുന്നു ഡെങ് സിയോപിങ്ങിൻ്റെ ഉത്തരവ്. പിന്നീട് നടന്നത് ലോകത്തെ ഞെട്ടിച്ച സംഭവങ്ങളായിരുന്നു. നിരായുധരായ വിദ്യാർത്ഥികൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ ചൈനീസ് പട്ടാളം വെടിയുതിർക്കുകയും പിരിഞ്ഞു പോകാത്തവരുടെ നേർക്ക് ടാങ്കുകൾ ഓടിച്ചു കയറ്റി കൊന്നൊടുക്കുകയും ചെയ്തു. അന്ന് ആ ഇരുണ്ട രാത്രിയിലെ ബീജിംഗ് നഗരം വെടിയൊച്ചകളാലും നിലവിളികളാലും നിറഞ്ഞു. യുവാക്കളുടെ ചുടുചോര കൊണ്ട് ആ പ്രദേശം ഒന്നാകെ കുതിർന്നു. അന്തരീക്ഷമൊന്നാകെ ആ ചോരയുടെ ഗന്ധം തളം കെട്ടി നിന്നു. മണിക്കൂറുകൾക്കുള്ളിൽ മരണസംഖ്യ 10,000 വരെ എത്തി. 1949 മാവോ സേതുങ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതാക ഉയർത്തിയ അതേ സ്ഥലത്ത് 40 വർഷങ്ങൾ പിന്നിടുമ്പോൾ അതേ പാർട്ടി സ്വന്തം വിദ്യാർത്ഥികളെയും ജനങ്ങളെയും കൊന്നൊടുക്കി. അന്ന് ടിയാനൻമെൻ സ്ക്വയറിൽ നടന്ന പ്രതിഷേധവും തുടർന്ന് നടന്ന കൂട്ടക്കുരുതിയും പുറം ലോകം അറിയാതിരിക്കാൻ ചൈന കർശന നടപടികൾ സ്വീകരിച്ചു. ഒരു ചരിത്ര പുസ്തകങ്ങളിലും അത് എഴുതപ്പെടാൻ അനുവദിച്ചില്ല. അത്തരത്തിലൊരു സംഭവം ചൈനയിൽ നടന്നിട്ടില്ല എന്ന രീതിയിൽ എല്ലാത്തിനും വിലക്കുകൾ ഏർപ്പെടുത്തി. ചൈനയിലെ ഇൻ്റർനെറ്റ് സെർച്ച് എഞ്ചിനുകളിൽ നിന്ന് ടിയാനൻമെൻ സ്ക്വയർ എന്ന വാക്കുപോലും വളരെ കാലത്തേക്ക് ബ്ലോക്ക് ചെയ്തിട്ടിരുന്നു. ഏതു കുറ്റകൃത്യങ്ങൾക്കും ഒരു തെളിവെങ്കിലും അവശേഷിക്കും എന്ന് പറയുന്നത് പോലെ ടിയാനൻമെൻ സ്ക്വയറിൽ ആ പ്രക്ഷോഭവും കൂട്ടക്കൊലയും നടക്കുമ്പോൾ ഏതാനും വിദേശ മാധ്യമ പ്രവർത്തകർ അവിടെ ഉണ്ടായിരുന്നു. ചൈനീസ് പട്ടാളത്തിൻ്റെ കണ്ണുകളിൽപ്പെടാതെ അവർ പകർത്തിയ വീഡിയോകളും ചിത്രങ്ങളും ആ രാജ്യം വിട്ട ശേഷം TV പത്രമാധ്യമങ്ങളിലൂടെ പുറം ലോകമറിഞ്ഞു. നമ്മളിന്ന് ഈ ടെല്ലിംഗ് ഹിസ്റ്ററിലൂടെ പരിശോധിക്കുന്നത് ഇന്നും ചൈനയുടെ ചരിത്ര പുസ്തകങ്ങളിൽ എഴുതപ്പെടാത്ത, അവർ രാജ്യദ്രോഹ പ്രവർത്തനമായി കണക്കാക്കിയിരുന്ന ടിയാനൻമെൻ സ്ക്വയർ പ്രക്ഷോഭവും തുടർന്ന് നടന്ന കൂട്ടക്കൊലയുമാണ്. പ്രതിഷേധങ്ങൾ എങ്ങനെ ആരംഭിച്ചു? ലോകത്തെ നടുക്കിയ ആ കൂട്ടക്കൊലയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കണ്ടെത്താനും ചരിത്രപരമായ ആ സത്യങ്ങൾ തിരിച്ചറിയാനും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് ചെയ്തും ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളും കമൻറ്റ് ചെയ്തും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. കുമിൻഡാങ് എന്ന രാഷ്ട്രീയ ഭരണ പ്രസ്ഥാനങ്ങൾക്കെതിരെയുള്ള ആഭ്യന്തര യുദ്ധങ്ങളിൽ വിജയിച്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും ചെയർമാനുമായിരുന്ന മാവോ സേതുങ് ചൈനയിലെ ജനങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 1949 ഒക്ടോബർ 1 ബീജിങ്ങിലെ ടിയാനൻമെൻ സ്ക്വയറിൽ പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ പതാക ഉയർത്തിക്കൊണ്ട് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്ന് പ്രഖ്യാപിക്കുകയും മാവോ സേതുങ്ങിൻ്റെ നേതൃത്വത്തിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയുടെ അധികാരത്തിലെത്തുകയും ചെയ്തു. 1949 ഒക്ടോബർ 1 മുതൽ ചൈനയിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ് ഭരണം കൈയാളുന്നത്. അന്നു മുതൽ സർക്കാർ ഭരണ സംവിധാനങ്ങളിലും സൈന്യത്തിലും നിയമവ്യവസ്ഥയിലും മറ്റ് എല്ലാ മേഖലകളിലും പാർട്ടിക്ക് പൂർണ്ണ നിയന്ത്രണമുണ്ട്. 1976 പാർട്ടിയുടെ മഹാനായ പരമോന്നത നേതാവ് മാവോ സേതുങ് മരിച്ചപ്പോൾ രാജ്യത്തിൻ്റെ അധികാരം ഏറ്റെടുത്തത് ഡെങ് സിയോപിങ് ആയിരുന്നു. ഇതോടെ ചൈന മറ്റൊരു തലത്തിലേക്ക് കടന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ചൈനയെ കൂടുതൽ മെച്ചപ്പെടുത്തി പരിവർത്തനം ചെയ്യുന്നതിനായി വലിയ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ആരംഭിച്ചു. ആഭ്യന്തര സാംസ്കാരിക വിപ്ലവത്തിൻ്റെ നാശങ്ങളിൽ നിന്ന് രാജ്യത്തെ കരകയറ്റാനും നവീകരണത്തിൻ്റെ പാതയിലേക്ക് നയിക്കാനും വേണ്ടി ഡെങ് സിയോപിങ് റിഫോമിംഗ് ആൻഡ് ഓപ്പണിംഗ് അപ്പ് എന്ന നയം നടപ്പിലാക്കി. ഈ നയപ്രകാരം
സർക്കാർ വിദേശ നിക്ഷേപം പ്രോത്സാഹിപ്പിച്ചു. സ്വകാര്യ ബിസിനസ്സുകൾ തുടങ്ങാൻ അനുമതികൾ നൽകി. കൂടാതെ നിരവധി സ്പെഷ്യൽ എക്കണോമിക് സോണുകൾ സ്ഥാപിച്ചു. സർക്കാരിൻ്റെ ഈ നടപടിയിൽ ചൈനീസ് സാമ്പത്തിക വ്യവസ്ഥയിൽ പുതിയ ഉണർവ് നൽകി. ചൈന പടിപടിയായി സാമ്പത്തികമായി വളരാൻ തുടങ്ങി. അതുമൂലം ലക്ഷക്കണക്കിന് ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും സമ്പന്നരായി മാറി. തുടർന്ന് ചൈന ആഗോള വിപണിയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. എന്നാൽ ചൈനയുടെ ഈ സാമ്പത്തിക മുന്നേറ്റത്തിൽ ചില പ്രശ്നങ്ങളും ഉയർന്നു വന്നു. സ്വകാര്യവൽക്കരണം വർദ്ധിച്ചതോടെ അഴിമതിയും വർദ്ധിച്ചു. ഡെൻ സിയോപിങ്ങിൻ്റെ അടുത്ത അനുയായികൾ സ്വന്തം പോക്കറ്റുകൾ നിറയ്ക്കാൻ തുടങ്ങി. രാജ്യത്ത് പണപ്പെരുപ്പം അതിവേഗം വർദ്ധിച്ചു. ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കാൻ തുടങ്ങി. ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ തൊഴിൽ തേടി നഗരങ്ങളിലേക്ക് കുടിയേറാൻ തുടങ്ങി. എന്നാൽ അവിടെയും തൊഴിലവസരങ്ങൾ വളരെ കുറവായിരുന്നു. യൂണിവേഴ്സിറ്റി ബിരുദധാരികൾ, പ്രത്യേകിച്ച് സാമൂഹ്യശാസ്ത്രത്തിലും ഹ്യൂമാനിറ്റീസിലും ബിരുദമെടുത്ത വിദ്യാർത്ഥികൾക്ക് തൊഴിലില്ലാതെയായി. നല്ല ഉയർന്ന ശമ്പളമുള്ള ജോലികൾക്കും സർക്കാർ ജോലികൾക്കും പാർട്ടി ക്ലാസുകൾ നിർബന്ധമായിരുന്നു. വലിയ നേതാക്കൾ നല്ല രീതിയിൽ ഭരണകാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ അവരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചെറിയ നേതാക്കൾ അഴിമതികൾക്ക് വേണ്ടി സർക്കാർ ജോലികളിലേക്ക് സ്വജനപക്ഷപാതത്തിലൂടെയും ഇഷ്ടമുള്ളവർക്ക് പരിഗണന നൽകുകയും ചെയ്യുമായിരുന്നു. അവിടെ മെറിറ്റോ സംഭരണമോ പ്രാവർത്തികമായിരുന്നില്ല. ആയതിനാൽ തന്നെ ചൈനയിൽ ഒരു സർക്കാർ ജോലി നേടുന്നത് അക്കാലത്തെ യുവാക്കളിൽ ഒരു സ്വപ്നമായി മാത്രം നിലനിന്നു. ഈ തൊഴിലില്ലായ്മയും അസമത്വവും യുവാക്കളിൽ രോക്ഷം നിറച്ചു. ഈ സമയങ്ങളിൽ ചൈനീസ് ജ്യോതിശാസ്ത്രജ്ഞനും പ്രൊഫസറുമായ ഫാങ് ലിഷിയുടെ ആദർശങ്ങളിൽ ചൈനീസ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ആകൃഷ്ടരായിരുന്നു. ഈ പ്രൊഫസർ ഫാങ് ലിഷി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനായിരുന്നുവെങ്കിലും ഭൗതികശാസ്ത്രത്തെക്കുറിച്ചുള്ള മാർക്സിസ്റ്റ് നിലപാടിനെ വിമർശിച്ചും വിദ്യാഭ്യാസ പരിഷ്കരണം ആഹ്വാനം ചെയ്തും അദ്ദേഹം എഴുതിയ ഒരു പ്രബന്ധത്തിന് അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുകയും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. എന്നിരുന്നാലും ഒരു ജ്യോതിശാസ്ത്രജ്ഞനെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മികവ് വളരെ വലുതായിരുന്നു. ആയതിനാൽ തന്നെ പ്രൊഫസർ ഫാങ് ലിഷിയുടെ പാർട്ടി അംഗത്വം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെട്ടു. ചൈനയ്ക്ക് പുറത്ത് സമ്മേളനങ്ങൾ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിച്ചു. നിരവധി വിഷയങ്ങളിൽ അദ്ദേഹം ഗവേഷണങ്ങൾ നടത്തുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം പ്രശംസകൾ ലഭിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് 1984 പ്രൊഫസർ ഫാങ് ലിഷി സർവകലാശാലയുടെ പുനഃക്രമീകരണത്തിലും വിദ്യാഭ്യാസ നയം പരിഷ്കരിക്കുന്നതിലും അദ്ദേഹം പ്രവർത്തിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലുള്ള പല വിമർശനങ്ങളും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ ഏറ്റെടുക്കാൻ തുടങ്ങി. പല വിദേശ രാജ്യങ്ങളിലെ മാറ്റങ്ങളും തങ്ങളുടെ നാടായ ചൈനയിലും വേണമെന്നവർ വാശി പിടിച്ചു. അത്തരം മാറ്റങ്ങൾ പ്രാവർത്തികമാകണമെങ്കിൽ ചൈനയുടെ പ്രാകൃത കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൽ പരിഷ്കാരങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രമേ ചൈനയുടെ യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയൂ എന്ന പ്രൊഫസർ ഫാങ് ലിഷിയുടെ വാക്കുകൾ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകി. വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പരിഷ്കരണത്തിനായി ശബ്ദമുയർത്താൻ തുടങ്ങി. വിദേശ രാജ്യങ്ങളിലെ ലൈഫ് സ്റ്റൈലും ആഡംബര ജീവിതവും ഫാഷൻ ഡ്രസ്സുകൾ ധരിക്കാനുള്ള ആഗ്രഹവുമായി നടക്കുന്ന വിദ്യാർത്ഥി യുവാക്കൾക്ക് അവരുടെ യൂണിവേഴ്സിറ്റി ബിരുദം നേടിക്കഴിഞ്ഞാലും അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ ലഭിക്കാതിരുന്നത് വിദ്യാർത്ഥികളെയും യുവാക്കളെയും അസ്വസ്ഥരാക്കിയിരുന്നു. രാജ്യത്തിൻ്റെ നിരവധി യൂണിവേഴ്സിറ്റികളിലെ വിദ്യാർത്ഥികൾ പ്രൊഫസർ ഫാങ് ലിഷിയെ പുതിയ മാറ്റത്തിൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച് സംസാരിക്കുവാൻ ക്ഷണിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം രാജ്യത്തിൻ്റെ നിരവധി യൂണിവേഴ്സിറ്റികൾ സന്ദർശിച്ച് സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, അധികാര വിഭജനം എന്നിവയെക്കുറിച്ച് പ്രഭാഷണങ്ങൾ നൽകി. താമസിക്കാതെ പ്രൊഫസർ ഫാങ് ലിഷിയുടെ അനുയായികളുടെ എണ്ണം വർദ്ധിക്കുകയും യുവാക്കൾക്കിടയിൽ പ്രൊഫസർ ഫാങ് ലിഷി ജനപ്രിയനാവുകയും ചെയ്തു. ഈ ആശയം ഉൾക്കൊണ്ട യുവാക്കളും വിദ്യാർത്ഥികളും രാഷ്ട്രീയ നയ പരിഷ്കരണത്തിനായി വാദിക്കാൻ തുടങ്ങി. അവർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യവും ജീവിത നിലവാരവും തൊഴിലും വേണമെന്നവർ മുദ്രാവാക്യമുയർത്തി. 1986 ഡിസംബറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെതിരെ തെരുവുകളിൽ ഇറങ്ങി. താമസിക്കാതെ ഈ പ്രതിഷേധങ്ങൾ ഷാങ്ഹായ്, ബീജിംഗ്, മറ്റു ചില നഗരങ്ങളിലേക്കും വ്യാപിച്ചു. ഇത് ചൈന ഭരിക്കുന്ന അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലവേദനയായി. പാശ്ചാത്യ ജീവിതശൈലിയും മുതലാളിത്തവും ബഹുകക്ഷി സമ്പ്രദായം എന്നിവയെല്ലാം പ്രോത്സാഹിപ്പിച്ച് രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെയും പരമ്പരാഗത മൂല്യങ്ങളെയും ദുർബലപ്പെടുത്താനാണ് പ്രൊഫസറും സയൻറ്റിസ്റ്റുമായ ഫാങ് ലിഷി ശ്രമിക്കുന്നതെന്ന് പാർട്ടി അദ്ദേഹത്തിനെതിരെ ആരോപിച്ചു. തുടർന്ന് അദ്ദേഹത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും വീണ്ടും പുറത്താക്കി. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും യുവാക്കളും കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ പ്രാകൃത നയങ്ങൾക്കെതിരെയും പുരോഗമന ചിന്താഗതിക്കും വേണ്ടി
രാജ്യമൊന്നാകെ പ്രതിഷേധം തുടർന്നു. വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഈ സമരങ്ങളുടെ സാഹചര്യത്തിൽ ചൈനയുടെ ഭരണ നേതൃത്വത്തിൽ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളുള്ള രണ്ട് ചേരികളുണ്ടായി. ഒരു വശത്ത് കർശനമായ നിയന്ത്രണങ്ങളെ അനുകൂലിക്കുന്ന ചെങ് യുന്നെ പോലുള്ള കൺസർവേറ്റീവുകൾ ഉണ്ടായിരുന്നു. മറുവശത്ത് വിദ്യാർത്ഥികളും ജനങ്ങളും ഉയർത്തുന്ന മുദ്രാവാക്യങ്ങളിൽ കഴമ്പുണ്ടെന്നും കുറെ കൂടി പുരോഗമന ആശയങ്ങൾ പാർട്ടി ഉൾക്കൊള്ളണമെന്നും അഭിപ്രായമുണ്ടായിരുന്ന ഹുയോ ബാങ്ങിനെ പോലുള്ള മറ്റൊരു ചേരിയും. ഇവിടെ ഹുയോ ബാങ്ങിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ 1981 മുതൽ 1982 വരെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനും 1982 മുതൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുമായിരുന്നു അദ്ദേഹം. പാർട്ടിയുടെ ഇത്രയും വലിയ പദവി വഹിച്ചിരുന്ന ഹുയോ ബാങ് സ്വതന്ത്ര വിപണിയെയും രാഷ്ട്രീയ സാമ്പത്തിക പരിഷ്കാരങ്ങളെയും അനുകൂലിച്ചിരുന്നത് വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഒരു പ്രതീക്ഷയായിരുന്നു. തങ്ങളുടെ പുരോഗമന ആശയങ്ങളും അവകാശങ്ങളും അംഗീകരിക്കുന്ന ഒരു നേതാവുണ്ട് എന്നൊരു പ്രതീക്ഷ. എന്നാൽ ഹുയോ ബാങ്ങിൻ്റെ പുരോഗമന ചിന്താഗതി പാർട്ടിയിലെ കർക്കശക്കാരായ നേതാക്കന്മാർക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഹുയോ ബാങ് വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോട് ഒരു അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നതിനാൽ തന്നെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം തെറ്റായ സമീപനം സ്വീകരിച്ചുവെന്നും വിദ്യാർത്ഥികളോട് മൃദുസമീപനം സ്വീകരിച്ച് പാർട്ടിയുടെ അധികാരം ദുർബലപ്പെടുത്തിയെന്നും അവർ ഹുയോ ബാങ്ങിനെതിരെ ആരോപിച്ചു. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിനെതിരെ വലിയ എതിർപ്പുകളുണ്ടായി. പാർട്ടിക്കുള്ളിലെ ഏകാസ്ഥിതരായ കർക്കശക്കാരുടെ പ്രതിഷേധം വർദ്ധിച്ചപ്പോൾ ഹുയോ ബാങ്ങിന് 1987 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ രാജി വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ഇടയിൽ അദ്ദേഹത്തെ കൂടുതൽ ജനപ്രിയനാക്കി. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളെ അനുകൂലിച്ചിരുന്ന ഒരു നേതാവെന്ന നിലയിൽ വിദ്യാർത്ഥികൾ ഹുയോ ബാങ്ങിനെ കണ്ടു. തുടർന്ന് ചൈനീസ് ക്യാമ്പസുകളിൽ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ കൂടുതൽ വ്യാപകമായി. അന്ന് ചൈനയുടെ അധികാരത്തിലുണ്ടായിരുന്ന ഡെങ് സിയോപിങ് പുരോഗമന ആശയങ്ങളും പരിഷ്കാരങ്ങളും ഉൾക്കൊണ്ട് ചൈനയെ വികസനത്തിൻ്റെ പാതയിലേക്ക് നയിച്ചുകൊണ്ടിരുന്നുവെങ്കിലും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത് സർക്കാർ സാമ്പത്തിക ശാസ്ത്രത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. വിദ്യാർത്ഥികൾ പ്രധാനമായും അവരുടെ പ്രതിഷേധ സമരങ്ങളിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് രാജ്യത്ത് വ്യവസായങ്ങൾ വരുന്നുണ്ട്, പുതിയ പുതിയ ബിസിനസ് സംരംഭങ്ങളും വരുന്നുണ്ട്. എന്നാൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് അതിനനുസരിച്ച് തൊഴിലുകൾ ലഭിക്കുന്നില്ല. അതിന് കാരണം സർക്കാരിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെയും ചില നേതാക്കന്മാരുടെയും അഴിമതിയും സ്വജനപക്ഷപാതവുമെന്നാണ് വിദ്യാർത്ഥികൾ അഭിപ്രായപ്പെടുന്നത്. മാത്രമല്ല, അതുമൂലം രാജ്യത്തുണ്ടാകുന്ന പണപ്പെരുപ്പം കാരണം ജീവിത ബുദ്ധിമുട്ടുകൾ കൂടുന്നു. കൂടാതെ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങളുടെ വാർത്തകളിൽ സെൻസറിങ് ചെയ്ത് സർക്കാരിനും പാർട്ടിക്കും അനുകൂലമായ വാർത്തകൾ മാത്രമേ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കാൻ അനുമതി ഉണ്ടായിരുന്നുള്ളൂ. ഇത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ നിരന്തരം യൂണിവേഴ്സിറ്റികളിൽ സമരങ്ങളും പ്രതിഷേധങ്ങളും സംഘടിപ്പിച്ചിരുന്നു. ഇത് 1986 മുതലുള്ള തുടർച്ചയായ വർഷങ്ങളിൽ ഇത്തരം പ്രതിഷേധങ്ങളും സമരങ്ങളും യൂണിവേഴ്സിറ്റികളിൽ വ്യാപകമായി ശക്തി പ്രാപിച്ചിരുന്നു. ഇത്തരത്തിൽ പ്രതിഷേധങ്ങൾ യൂണിവേഴ്സിറ്റികളിൽ നടക്കുമ്പോൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയിലെ സായുധ സേന ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലേക്ക് കടന്നു ചെന്ന് അത്തരം പ്രതിഷേധങ്ങളെ നിർത്തിവെപ്പിച്ച് വിദ്യാർത്ഥികളെ പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ട് പ്രതിഷേധങ്ങൾ പാടില്ല എന്ന വാണിംഗ് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ വിദ്യാർത്ഥികളുടെ തുടർന്നുള്ള സമരങ്ങളിൽ മറ്റൊരു മുദ്രാവാക്യം കൂടി ഉയർന്നു വന്നു: അഭിപ്രായ സ്വാതന്ത്ര്യം കൂടി തങ്ങൾക്ക് വേണം എന്നത്. ഇത്തരം സമരങ്ങൾ ടെക്നിക്കൽ സ്കൂളുകൾ മുതൽ കോളേജ്, യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ രാജ്യത്തിൻ്റെ എല്ലാ വിദ്യാഭ്യാസ മേഖലകളിലും പടർന്നു പിടിച്ചിരുന്നു. ചൈനയിലെ ഈ യുവാക്കൾ വിദേശ രാജ്യങ്ങളിലെ ജീവിത നിലവാരവും ആശയങ്ങളും തങ്ങളുടെ ജീവിതശൈലിയിലും അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അതൊക്കെ കൊണ്ടായിരുന്നു ചൈനയിലെ അന്നത്തെ യുവതലമുറ യൂണിവേഴ്സിറ്റികളിൽ ചൈനയുടെ കർക്കശ നയങ്ങൾക്കും നിലപാടുകൾക്കുമെതിരെ പ്രതിഷേധിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെയാണ് 1986 മുതൽ ശക്തി പ്രാപിച്ച വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളോട് മൃദു സമീപനം പുലർത്തിയതിൻ്റെ പേരിൽ പാർട്ടിയുടെ വിമർശനത്തിന് വിധേയമായി 1987 ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടി വന്ന ഹുയോ ബാങ് 1989 ഏപ്രിൽ 8 ഒരു സർക്കാർ യോഗത്തിനിടെ ഹൃദയാഘാതത്തെ തുടർന്ന് കുഴഞ്ഞു വീണു. ഉടൻ തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ച് തുടർ ചികിത്സ നൽകിയെങ്കിലും നിർഭാഗ്യവശാൽ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം 1989 ഏപ്രിൽ 15 അദ്ദേഹം മരണപ്പെട്ടു. ഇത് വിദ്യാർത്ഥികൾക്ക് കനത്ത ആഘാതമായി. പുരോഗമനവാദങ്ങളോട് അനുകൂലവും
വിദ്യാർത്ഥി സമരങ്ങളോട് മൃദു സമീപനവും പുലർത്തിയിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. ആയതിനാൽ തന്നെ ഹുയുബാങ്ങിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി അനുശോചന യോഗങ്ങൾ നടത്താനും വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടാൻ തുടങ്ങി. എന്നാൽ ആ അനുശോചന യോഗങ്ങൾ വലിയൊരു പ്രക്ഷോഭമായി മാറുമെന്ന് ആരും തന്നെ കരുതിയിരുന്നില്ല. ഹുയുബാങ്ങിൻ്റെ മരണം ചൈനയെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തുകയും വിദ്യാർത്ഥികൾക്കിടയിൽ ശക്തമായ രാഷ്ട്രീയ ഊർജം നൽകുകയും ചെയ്തു. ഹുയുബാങ്ങിൻ്റെ മരണത്തെ തുടർന്ന് ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികൾ അദ്ദേഹം പിന്തുടരുന്ന പരിഷ്കാരങ്ങൾ ഉയർത്തിക്കാട്ടി അനുശോചന പ്രസംഗങ്ങൾ നടത്തി. ഇത് യുവാക്കളിൽ ഇമോഷണലായിട്ടുള്ള ഒരു വികാരം പടർത്തി. ഇതോടെ ഹുയുബാങ്ങിൻ്റെ മരണം സംഭവിച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം ഏപ്രിൽ 17-ന് 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ടിയാനൻമെൻ സ്ക്വയറിലേക്ക് എത്തി. ഇത്രയും വലിയ ജനക്കൂട്ടം എത്തിയതോടെ വിദ്യാർത്ഥികളിൽ പലരും ആവേശഭരിതരായി. വിദ്യാർത്ഥികൾ അവരുടെ ശക്തി തെളിയിക്കുന്നതിനായി സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ മുഴക്കാൻ തുടങ്ങി. അങ്ങനെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിൻ്റെ മരണത്തെ തുടർന്ന് അനുശോചനക്കായി ഒത്തുകൂടിയ ടിയാനൻമെൻ സ്ക്വയർ പതിയെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വേദിയാകാൻ തുടങ്ങി. ഹുയുബാങ്ങിൻ്റെ ഔദ്യോഗിക ശവസംസ്കാരം ഏപ്രിൽ 22-നായിരുന്നതിനാൽ തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ടിയാനൻമെൻ സ്ക്വയറിലേക്ക് പ്രവഹിച്ചുകൊണ്ടേയിരുന്നു. ഈ അവസരം മുതലാക്കിക്കൊണ്ട് വിദ്യാർത്ഥികൾ ഏതാനും വർഷങ്ങളായി ഉയർത്തുന്ന മുദ്രാവാക്യങ്ങൾ അവിടെ മുഴക്കാൻ ആരംഭിച്ചു. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ താഴെ ഇറക്കുക, ജനാധിപത്യം നീണാൾ വാഴട്ടെ, സ്വാതന്ത്ര്യം നീണാൾ വാഴട്ടെ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ തുടർച്ചയായി വിളിച്ചുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ കർശനമായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെങ്കിലും സർക്കാർ കർശന നടപടികളൊന്നും തന്നെ അവർക്കെതിരെ എടുത്തിരുന്നില്ല. ഓരോ ദിവസം കഴിയുന്തോറും വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിക്കൂടി വരികയും അവരുടെ സമരാവേശം അതിരടക്കുകയും ചെയ്തപ്പോൾ പോലീസ് ലാത്തിചാർജ് നടത്തി വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ ശ്രമിച്ചു. എന്നാൽ വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകുന്നതിന് പകരം സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. രാജ്യത്തിൻ്റെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ആവേശത്തിൻ്റെ പുറത്ത് കൂടുതൽ വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയറിൽ സംഘടിക്കാൻ തുടങ്ങി. എന്തിനാണ് വിദ്യാർത്ഥികൾ പ്രതിഷേധങ്ങൾ കടുപ്പിക്കുന്നതെന്നും വിദ്യാർത്ഥികൾ ഉയർത്തുന്ന ആവശ്യം എന്താണെന്നും സർക്കാരിന് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ആയതിനാൽ തന്നെ താമസിക്കാതെ വിദ്യാർത്ഥികൾ 7 ആവശ്യങ്ങൾ അടങ്ങിയ ഒരു കരട് തയ്യാറാക്കി. അതിൽ പത്രസ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം, സർക്കാർ സുതാര്യത, അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സർക്കാർ പദവികളിൽ നിന്ന് പിരിച്ചുവിടുക, വിദ്യാഭ്യാസ മേഖലയ്ക്ക് കൂടുതൽ ഫണ്ടുകൾ അനുവദിക്കുക, വിദ്യാർത്ഥി പ്രതിനിധികളുമായി സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാവുക, സ്വതന്ത്ര സംഘടനകൾ സ്ഥാപിക്കാനുള്ള അവകാശങ്ങൾ നൽകുക എന്നീ 7 ആവശ്യങ്ങളും എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്ന് വിദ്യാർത്ഥികൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ സാഹചര്യം, പാർട്ടിക്കും രാജ്യത്തിലെ ജനങ്ങൾക്കും പ്രിയപ്പെട്ടവനായിരുന്ന ഹുയുബാങ് എന്ന നേതാവ് മരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പോലും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഔദ്യോഗിക ശവസംസ്കാരത്തിൻ്റെ ഒരുക്കങ്ങൾ ടിയാനൻമെൻ സ്ക്വയറിൽ പുരോഗമിക്കുന്ന അതേ സമയത്താണ് അതേ ടിയാനൻമെൻ സ്ക്വയറിൽ അനുശോചനയ്ക്കായി എത്തിയ വിദ്യാർത്ഥികൾ അതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭമായി മാറ്റിയിരിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് സർക്കാരിന് വ്യക്തമായ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. പോലീസിനെ വിന്യസിപ്പിച്ചുള്ള നിയന്ത്രണങ്ങൾ ഒഴികെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെ കർക്കശ നടപടികളൊന്നും തന്നെ സർക്കാർ എടുത്തിരുന്നില്ല. എല്ലാവരുടെയും പ്രിയപ്പെട്ട നേതാവായ ഹുയുബാങ്ങിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുമ്പോൾ വിദ്യാർത്ഥികൾ ക്രമേണ ടിയാനൻമെൻ സ്ക്വയർ വിട്ടൊഴിഞ്ഞു പോകുമെന്ന് സർക്കാർ കരുതി. എന്നാൽ സർക്കാരിൻ്റെ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായിട്ടായിരുന്നു അന്നവിടെ കാര്യങ്ങൾ നടന്നത്. ഏപ്രിൽ 22-നായിരുന്നു ഹുയുബാങ്ങിൻ്റെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങുകൾ നടത്താനായി സർക്കാർ ഒരുക്കങ്ങൾ നടത്തിയിരുന്നത്. എന്നാൽ അതിൻ്റെ തലേ ദിവസമായ ഏപ്രിൽ 21-ന് തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിന് അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി രാജ്യത്തിൻ്റെ മറ്റ് പ്രവിശ്യകളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾ കൂടി ടിയാനൻമെൻ സ്ക്വയറിലേക്ക് എത്തി തടിച്ചുകൂടാൻ തുടങ്ങി. പിറ്റേ ദിവസം 22-ാം തീയതി ആയപ്പോഴേക്കും ഹുയുബാങ്ങിൻ്റെ ഔദ്യോഗിക ശവസംസ്കാര ചടങ്ങിനായി ടിയാനൻമെൻ സ്ക്വയറിൽ തടിച്ചുകൂടിയ വിദ്യാർത്ഥികളുടെയും പൊതുജനങ്ങളുടെയും എണ്ണം ഏതാണ്ട് 2,80,000-ഓളം എത്തി. ഹുയുബാങ് മരിച്ച ഏപ്രിൽ 15-ാം തീയതി മുതൽക്കേ അനുശോചനവുമായി ടിയാനൻമെൻ സ്ക്വയറിലെത്തി അതൊരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ വേദിയാക്കി മാറ്റിയ വിദ്യാർത്ഥികൾ ഇത്രയും വലിയൊരു ജനസാഗരം കണ്ടതോടെ കൂടുതൽ ആവേശഭരിതരായി. അവർ സർക്കാർ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു. അവിടെ കൂടിയിരുന്ന ഭൂരിഭാഗം പേരും ഒരു കൗതുകമെന്ന പോലെ ആ മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചു.
വിവേകപരമല്ലാത്ത ഈ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്ന് നടക്കേണ്ടിയിരുന്ന ഹുയുബാങ്ങിൻ്റെ ഔദ്യോഗിക ശവസംസ്കാരത്തിൻ്റെ ഭാഗമായി നടത്തേണ്ട പൊതുദർശനം സർക്കാരിന് ഉപേക്ഷിക്കേണ്ടി വന്നു. തുടർന്ന് ഹുയുബാങ്ങിൻ്റെ ശവസംസ്കാരം സർക്കാർ പാർട്ടി പ്രതിനിധികളും ബന്ധുക്കളും ചേർന്ന് ടിയാനൻമെൻ സ്ക്വയർ ഗ്രേറ്റ് ഹാളിനുള്ളിൽ ആർക്കും പ്രവേശനം അനുവദിക്കാതെ സുരക്ഷ ഒരുക്കിക്കൊണ്ട് അധികൃതർക്ക് നടത്തേണ്ടി വന്നു. ഇത് വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിതരാക്കി. അവസാനമായി ഹുയുബാങ്ങിനെ അന്ത്യദർശനം നടത്താൻ സാധിക്കാത്തതിനാൽ വിദ്യാർത്ഥികൾ ബലം പ്രയോഗിച്ച് ഗ്രേറ്റ് ഹാളിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ചു. ഇതൊരു സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഹുയുബാങ്ങിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം പൊതുജനങ്ങളിൽ പലരും പിരിഞ്ഞുപോയെങ്കിലും വിദ്യാർത്ഥി സംഘങ്ങൾ പിരിഞ്ഞു പോകാതെ അവരുടെ പ്രക്ഷോഭം ടിയാനൻമെൻ സ്ക്വയറിൽ തുടർന്നു. ദിവസങ്ങൾ ഓരോന്നായി കഴിഞ്ഞു പോകുന്നുണ്ടെങ്കിലും വിദ്യാർത്ഥികൾ പിരിഞ്ഞു പോകാതെ സംഘടിതമായി പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇത് ചൈനീസ് പാർട്ടിക്കും സർക്കാരിനും ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ നടപടികൾ എടുക്കാൻ പ്രേരിതരാക്കി. അതിൻ്റെ ഭാഗമായി അന്നത്തെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പരമോന്നത നേതാവായ ഡെങ് സിയോപിങ്ങും സൈനിക ചുമതലയുള്ള പ്രീമിയർ പദവി വഹിച്ചിരുന്ന ലീ പിങ്ങും ചേർന്ന് ചില യോഗങ്ങൾ ചേർന്നു. നടപടികളുടെ ആദ്യ ഭാഗമായി 1989 ഏപ്രിൽ 26-ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഔദ്യോഗിക പത്രമായ പീപ്പിൾസ് ഡെയിലിയുടെ ഫ്രണ്ട് പേജിൽ ഒരു വാണിംഗ് എന്ന പോലെ കലാപങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് എടുക്കേണ്ടിയിരിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്കെതിരെ ഒരു എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. ആ എഡിറ്റോറിയലിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഗൂഢാലോചനക്കാർ എന്നായിരുന്നു ആ വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അഭിസംബോധന ചെയ്തിരുന്നത്. ആ എഡിറ്റോറിയലിൽ മുഴുനീളം വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരെ ഉപയോഗിച്ച വാക്കുകൾ വളരെ കടുപ്പമുള്ളതായിരുന്നു. ഇതിലൂടെ വിദ്യാർത്ഥികളെ ഭയപ്പെടുത്താനും വാണിംഗ് നൽകാനും സർക്കാർ ആഗ്രഹിച്ചു. എന്നാൽ ഇത് വിദ്യാർത്ഥികളെ കൂടുതൽ പ്രകോപിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ സംഘടിച്ച് തെരുവുകളിലേക്ക് ഇറങ്ങി. ബീജിംഗ് സ്റ്റുഡൻറ് ഓട്ടോണമസ് ഫെഡറേഷൻ യൂണിയനിൻ്റെ നേതൃത്വത്തിൽ 100,000-ലധികം വിദ്യാർത്ഥികൾ ബീജിംഗിൽ നിന്ന് മാർച്ച് നടത്തി ടിയാനൻമെൻ സ്ക്വയറിലെത്തി. വർദ്ധിച്ചു വരുന്ന പ്രതിഷേധങ്ങൾ സമാധാനപരമായി ഒന്ന് അവസാനിപ്പിക്കുവാൻ സർക്കാർ വീണ്ടും ശ്രമിച്ചു. അന്നത്തെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ ഷാവോ സിയാങ് മെയ് 19-ന് ടിയാനൻമെൻ സ്ക്വയറിലെത്തുകയും പ്രതിഷേധം അവസാനിപ്പിക്കുവാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ അത് അംഗീകരിക്കുവാൻ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. സമാധാനപരമായി ഈ പ്രക്ഷോഭമൊന്ന് അവസാനിപ്പിക്കുവാൻ സർക്കാർ ഉചിതമായതെല്ലാം ചെയ്തിട്ടും വിദ്യാർത്ഥികൾ പ്രക്ഷോഭം അവസാനിപ്പിക്കാതെ വന്നപ്പോൾ സർക്കാർ കർക്കശ നടപടികളിലേക്ക് തിരിയാൻ തുടങ്ങി. മെയ് 20-ന് ബീജിംഗിൽ സൈനിക നിയമം ഏർപ്പെടുത്തി. അതിൻ്റെ ഭാഗമായി സൈന്യം ട്രക്കുകളും ടാങ്കുകളുമായി ടിയാനൻമെൻ സ്ക്വയറിലേക്ക് നീങ്ങിയപ്പോൾ വിദ്യാർത്ഥികളും യുവാക്കളും വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ബീജിംഗിൽ വച്ച് അവരുടെ വഴി തടഞ്ഞു. അവർ ടാങ്കുകൾക്ക് മുന്നിൽ മനുഷ്യ മതിലുകൾ തീർത്തു. അവരുടെ കൈകളിൽ സർക്കാർ വിരുദ്ധ പോസ്റ്ററുകൾ ഉണ്ടായിരുന്നു. സൈന്യത്തിന് ടിയാനൻമെൻ സ്ക്വയറിൽ എത്താൻ കഴിയാത്ത തരത്തിൽ പ്രക്ഷോഭാനുകൂലികൾ തടിച്ചുകൂടി സൈന്യത്തിൻ്റെ വഴി തടഞ്ഞുള്ള പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാർ അവിടെയും സംയമനം പാലിച്ചു. മെയ് 24-ന് സൈനിക നടപടി പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. വിദ്യാർത്ഥികളുടെ ശക്തിപ്രകടനവും രോക്ഷപ്രകടനവും കണ്ട് സർക്കാർ ഭയന്നു പോയിരിക്കുന്നു എന്ന് കണക്കുകൂട്ടിയ വിദ്യാർത്ഥികൾ കൂടുതൽ ആവേശത്തോടെ ടിയാനൻമെൻ സ്ക്വയറും മറ്റു തെരുവുകളും പ്രക്ഷോഭത്താൽ മുഖരിതമാക്കി. എന്നാൽ സർക്കാരിൻ്റെ ഈ സംയമനം കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തതയാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല. വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയറും ചുറ്റുമുള്ള പരിസരവും അവരുടെ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ഭാഗമാക്കിയിട്ട് ഏതാണ്ട് 1.5 മാസത്തോളമായിരിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1989 ജൂൺ 1-ന് സ്റ്റേറ്റ് സെക്യൂരിറ്റി മന്ത്രാലയത്തിൻ്റെ മേധാവിയും ഇൻ്റലിജൻ്റ് വിഭാഗത്തിൻ്റെ ഹെഡുമായിരുന്ന ജിയ ചുൻവാങ് അന്നത്തെ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും പരമോന്നത നേതാവായിരുന്ന ഡെങ് സിയോപിങ്ങിനും സൈനിക രാഷ്ട്രീയ നേതാവായിരുന്ന ലീ സിയാനിയനും ചെൻ യുനും ഒരു പരമപ്രധാനമായ റിപ്പോർട്ട് അയച്ചു. ആ ഇൻ്റലിജൻ്റ് റിപ്പോർട്ടിൽ ഒരു പേര് വളരെ പ്രാധാന്യത്തോടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സൊറോസിൻ്റെ പേരായിരുന്നു. ചൈനീസ് പരിഷ്കാരങ്ങളും തുറന്ന പ്രവർത്തനങ്ങളും ശക്തിപ്പെടുത്തുന്നതിനായി 1986 മുതൽ ജോർജ് സൊറോസ് ചൈനയിൽ സാമ്പത്തികമായി ഫണ്ട് ഇറക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു. അതേ വർഷം തന്നെ അസോസിയേഷൻ ഓഫ് യങ് ചൈനീസ് എക്കണോമിക്സുമായി സഹകരിച്ച് ബീജിംഗിൽ ഒരു ഓഫീസ് സ്ഥാപിച്ചു. തുടർന്ന് ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ചൈനീസ് പണ്ഡിതന്മാർ, പ്രൊഫസേഴ്സ്, യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നേതാക്കൾ എന്നിങ്ങനെയുള്ളവരെ അമേരിക്ക സന്ദർശിക്കുവാനുള്ള ചെലവുകൾ വഹിച്ചും
പാശ്ചാത്യ പുസ്തകങ്ങളും ആശയങ്ങളും ചൈനീസ് യുവാക്കളിലേക്ക് എത്തിക്കുന്നതിനും രാഷ്ട്രീയ പരിഷ്കരണത്തിനും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിന് ബദലായി മറ്റൊരു രാഷ്ട്രീയം ഉയർത്തുന്നതിനും മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കെല്ലാം സാമ്പത്തികമായി ഫണ്ടിറക്കി പ്രവർത്തിച്ചു വരികയായിരുന്നു ജോർജ് സൊറോസ്. ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ജിയ ചുൻവാങ്ങിൻ്റെ നേതൃത്വത്തിൽ മിനിസ്ട്രി ഓഫ് സ്റ്റേറ്റ് സെക്യൂരിറ്റി സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയായിരുന്നു. ജോർജ് സൊറോസ് ബീജിംഗിൽ ഓഫീസ് തുടങ്ങിയ അതേ വർഷമായ 1986 മുതൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റികളിൽ സർക്കാർ രാഷ്ട്രീയ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ ഉയർത്തി തുടങ്ങിയത്. അത്തരം വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ആവേശവും ഊർജവും നൽകിയ പ്രൊഫസറും സയൻറ്റിസ്റ്റുമായ ഫാങ് ലിഷിയും ജോർജ് സൊറോസിൻ്റെ ഉപഭോക്താവായിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിൽ കൂടുതൽ പിന്തുണയുള്ള പ്രൊഫസർ ഫാങ് ലിഷിയെ പോലുള്ളവരെ ഉപയോഗിച്ച് ജനാധിപത്യം, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയ എതിർപ്പിനെ ഉത്തേജിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്ത് പാർട്ടിക്കുള്ളിൽ സമാന്തരമായ പരിണാമം വളർത്തിയെടുത്ത് പാർട്ടിക്കുള്ളിലെ ആടിയുലയുന്ന ഘടകങ്ങളെ കീഴടക്കിയോ വിഭജിച്ചോ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ അധികാരത്തിൻ്റെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരുത്തിയെടുക്കാനായിരുന്നു അമേരിക്കൻ ബിസിനസ്സുകാരനായ ജോർജ് സൊറോസ് സാമ്പത്തികമായി ഫണ്ടുകൾ ഇറക്കി ശ്രമിച്ചുകൊണ്ടിരുന്നത്. അത്തരം പ്രവർത്തനങ്ങൾ ഫലപ്രദമാകാൻ അനുയോജ്യർ ആ രാജ്യത്തിലെ യുവാക്കൾ തന്നെയാണെന്ന് ജോർജ് സൊറോസിന് വ്യക്തമായി അറിയാമായിരുന്നു. ജോർജ് സൊറോസിൻ്റെ അത്തരം പ്രവർത്തനങ്ങൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്ന കാർട്ടർ, റീഗൺ, ബുഷ് എന്നിവരുടെ എല്ലാം പിന്തുണയും ഉണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ വഴി ആളിക്കത്തുന്ന പ്രക്ഷോഭത്തിൽ ചൈനീസ് സർക്കാർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടികൾ എടുക്കുകയോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പുറത്താക്കുകയോ ചെയ്താൽ അവർക്ക് അമേരിക്കയിൽ പഠിക്കാൻ അവസരം നൽകുകയോ അമേരിക്കയിൽ അഭയം നൽകുകയോ ചെയ്യുമെന്ന് ചൈനയിലെ US എംബസിയിലെ ഉയർന്ന റാങ്കിംഗ് ഉദ്യോഗസ്ഥൻ ചൈനയിലെ ഏതാനും യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥി നേതാക്കൾക്ക് വാഗ്ദാനവും നൽകിയിരുന്നു. അത്തരത്തിലുള്ള മോഹന വാഗ്ദാനങ്ങളുടെയും സാമ്പത്തിക ഫണ്ടിൻ്റെയും പിൻബലത്തിലുള്ള ഒരു സ്പോൺസേഡ് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ടിയാനൻമെൻ സ്ക്വയറിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നതെന്നും അതിൽ പങ്കെടുക്കുന്ന ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി നേതാക്കന്മാരുടെ ഡീലിങ്ങിനെക്കുറിച്ച് അറിവില്ലാത്തവരാണെന്നും അവരെല്ലാം ഒരു ആവേശത്തിൽ പങ്കെടുക്കുന്ന നിഷ്കളങ്കരാണെന്നും ആയതിനാൽ കാര്യകാരണമില്ലാത്ത ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം എത്രയും വേഗം അവസാനിപ്പിക്കേണ്ടതാണെന്നും ആ ഇൻ്റലിജൻ്റ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. ഈ ഇൻ്റലിജൻ്റ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയ സർക്കാർ ടിയാനൻമെൻ സ്ക്വയറിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം എത്രയും വേഗം അവസാനിപ്പിക്കാനുള്ള കർക്കശ നടപടികൾ എടുക്കാൻ തുടങ്ങി. സർക്കാർ ഇത്തവണ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായില്ല. 2 ദിവസത്തിനുള്ളിൽ വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയർ ഒഴിഞ്ഞു പോയിരിക്കണമെന്ന് സർക്കാർ അന്ത്യശാസനം നൽകി. വിദ്യാർത്ഥികൾ സമാധാനപരമായി ടിയാനൻമെൻ സ്ക്വയർ ഒഴിഞ്ഞു പോയില്ലെങ്കിൽ എന്ത് വില കൊടുത്തും ബലപ്രയോഗം നടത്തേണ്ടി വന്നാൽ അങ്ങനെയായിരുന്നാലും ടിയാനൻമെൻ സ്ക്വയർ ഒഴിപ്പിക്കണമെന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകി. അങ്ങനെ 1989 ജൂൺ 2 അന്ന് രാത്രി തന്നെ സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് സൈന്യത്തിൻ്റെ 27, 65, 24 എന്നീ യൂണിറ്റുകൾ ടിയാനൻമെൻ സ്ക്വയറിലേക്ക് നീങ്ങി. ടിയാനൻമെൻ സ്ക്വയറിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ബീജിങ്ങിൻ്റെ തെരുവുകളിൽ ജനക്കൂട്ടം മുന്നത്തെ പോലെ വീണ്ടും സൈന്യത്തെ തടഞ്ഞു. എന്നാൽ ഇത്തവണ സൈന്യം വെറുതെ ഇരുന്നില്ല. വഴി തടസ്സപ്പെടുത്തിയ ജനക്കൂട്ടത്തെ തുരത്തി ഓടിക്കാൻ സൈന്യം ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ചു, ലാത്തി ചാർജുകൾ നടത്തി. എങ്കിലും വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ സൈന്യത്തെയും സൈനിക വാഹനങ്ങളെയും ടിയാനൻമെൻ സ്ക്വയറിലേക്ക് പോകാൻ അനുവദിക്കാതെ മനുഷ്യ കവചമൊരുക്കി തടയുകയും സൈനിക വാഹന വ്യൂഹങ്ങൾക്ക് നേരെ കല്ലെറിയുകയും ചെയ്തു. മാത്രമല്ല, അവർ അവസരം ലഭിച്ചപ്പോൾ ആയുധങ്ങൾ നിറങ്ങിയ സൈന്യത്തിൻ്റെ വാഹനങ്ങൾക്ക് തീയിട്ടു. അങ്ങനെ പ്രതിഷേധക്കാർ 65 ട്രക്കുകളും 47 കവചിത കാരിയറുകളും പൂർണ്ണമായും കത്തിച്ചു. ഇത് സാഹചര്യം കൂടുതൽ വഷളാക്കി. സൈന്യം പ്രക്ഷോഭകാരികൾക്ക് നേരെ വെടിയുതിർത്തു. ചാങ്ആൻ അവന്യൂ, മ്യൂസിസി, ജദാൻ എന്നിവിടങ്ങളിലാണ് പ്രതിഷേധക്കാരും സൈനികരും തമ്മിൽ ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടന്നത്. ഇവിടെ സൈനികരും പ്രക്ഷോഭക്കാരുമായി നിരവധി പേർ കൊല്ലപ്പെട്ടു. അന്നത്തെ ദിവസമായ ജൂൺ 3 ആ പ്രദേശം ഒന്നാകെ യുദ്ധക്കളമായി. വഴി തടങ്ങിയിരുന്ന പ്രക്ഷോഭക്കാരെ അടിച്ചമർത്തിയ സൈന്യം അന്ന് രാത്രി തന്നെ ടാങ്കുകളും ആയുധങ്ങളുമായി അതിവേഗം ടിയാനൻമെൻ സ്ക്വയറിലേക്ക് നീങ്ങി. അന്ന് അർദ്ധരാത്രി ജൂൺ 4 പുലർച്ചെ 1 മണിയോടെ 8000-ഓളം സൈനികരും 100 കണക്കിന് യുദ്ധ ടാങ്കുകളും ടിയാനൻമെൻ സ്ക്വയറിനുള്ളിലേക്ക് പ്രവേശിച്ചു.
അതോടെ ടിയാനൻമെൻ സ്ക്വയറുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകൾ 1 കിലോമീറ്ററിനപ്പുറം ബാരിക്കേഡുകൾ വച്ചടച്ചു. അതിന് കാരണം കൂടുതൽ ആളുകൾ ടിയാനൻമെൻ സ്ക്വയറിലേക്ക് എത്താതിരിക്കാനും പുറത്തു നിന്നൊരു സഹായം പ്രതിഷേധക്കാർക്ക് ലഭിക്കാതിരിക്കാനും വേണ്ടിയായിരുന്നു അത്. നടപടിക്രമങ്ങളുടെ ഭാഗമായി സൈന്യം ടിയാനൻമെൻ സ്ക്വയറിനുള്ളിൽ മാർച്ച് നടത്തി. അതിനുശേഷം ഉച്ചഭാഷണിയിൽ പ്രതിഷേധക്കാർക്ക് അടിയന്തര അറിയിപ്പുകൾ നൽകി. ഈ സമയങ്ങളിൽ വിദേശ മാധ്യമപ്രവർത്തകർ ടിയാനൻമെൻ സ്ക്വയറിൽ ഉണ്ടായിരുന്നത് ആശ്ചര്യകരം തന്നെയാണ്. അന്ന് അവിടെ നടന്ന സംഭവങ്ങളിൽ പലതും പല മാധ്യമപ്രവർത്തകരും അവരുടെ കൈവശമുണ്ടായിരുന്ന വീഡിയോ കാസറ്റുകളിൽ പരിമിതമായ രീതിയിൽ റെക്കോർഡ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കനേഡിയൻ ഫ്രീലാൻസർ ജേർണലിസ്റ്റായ ആർതർ കെന്റ് പകർത്തിയ വീഡിയോകളിൽ അന്ന് ടിയാനൻമെൻ സ്ക്വയറിലെ പ്രക്ഷോഭകാരികളായ വിദ്യാർത്ഥികളോട് സൈന്യം ഉച്ചഭാഷണികളിലൂടെ സമാധാനപരമായി പിരിഞ്ഞു പോകാൻ ആവശ്യപ്പെടുന്നത് വ്യക്തമായി കേൾക്കാൻ സാധിക്കും. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്ന വിദ്യാർത്ഥികൾ ഒരിക്കലും സ്വന്തം രാജ്യത്ത് കലാപം നടത്താൻ ആഗ്രഹിക്കരുത്. ഞങ്ങൾ ബീജിംഗ് മാർഷൽ ലോ അതോറിറ്റിയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നടത്തുന്നത് പ്രതിവിപ്ലവ കലാപമാണ്. നിങ്ങൾ ഞങ്ങളെ ഭീകരമായി ആക്രമിക്കുന്നു. നിങ്ങൾ സൈനിക വാഹനങ്ങൾക്ക് തീയിടുന്നു. റോഡിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചുകൊണ്ട് നിൽക്കുന്ന പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനികരെ നിങ്ങൾ ആക്രമിക്കുകയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം കലാപം അവസാനിപ്പിച്ച് ടിയാനൻമെൻ സ്ക്വയർ വിട്ടൊഴിഞ്ഞു പോയില്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന അനന്തരഫലങ്ങളുടെ ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. ആ അനന്തരഫലങ്ങളിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾക്ക് രക്ഷിക്കാനാകില്ല. സൈന്യം ഉച്ചഭാഷണികളിലൂടെ ഇത്തരം മുന്നറിയിപ്പുകൾ നിരന്തരം നൽകിക്കൊണ്ടേയിരുന്നു. ഇത് കേട്ട് നിരവധി വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയർ വിട്ടൊഴിഞ്ഞു പോയെങ്കിലും ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് വകവയ്ക്കാതെ യുവത്വത്തിൻ്റെ ആവേശത്താൽ സൈന്യത്തോട് പോരാടാൻ തയ്യാറായി ടിയാനൻമെൻ സ്ക്വയറിൽ നിലയുറപ്പിച്ചു. അവർ സൈനിക ടാങ്കുകൾക്ക് തീയിട്ടു. പട്ടാളം വിദ്യാർത്ഥി പ്രതിഷേധകർക്ക് നേരെ വെടിയുതിർത്തു. ആ ഇരുണ്ട രാത്രിയുടെ പുലർക്കാലത്ത് അന്നത്തെ സൂര്യോദയം കാണാൻ വിധിയില്ലാത്ത കഥഭാഗ്യർ ആ ടിയാനൻമെൻ സ്ക്വയറിൽ പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടേയിരുന്നു. പ്രക്ഷോഭകാരികൾ കത്തിക്കുന്ന സൈനിക ടാങ്കുകളിൽ നിന്നും മറ്റ് സൈനിക വാഹനങ്ങളിൽ നിന്നും ജീവരക്ഷാർത്ഥം പുറത്തിറങ്ങുന്ന സൈനികരെയും വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ മർദ്ദിക്കുകയും കൊല്ലുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ടിയാനൻമെൻ സ്ക്വയർ അന്ന് സൈനികരും വിദ്യാർത്ഥി പ്രക്ഷോഭകരും തമ്മിലുള്ള കലാപത്തിന് മൂകസാക്ഷിയായിക്കൊണ്ടേയിരുന്നു. സൈന്യം ഉച്ചഭാഷണികളിലൂടെ വീണ്ടും വീണ്ടും മുന്നറിയിപ്പുകൾ നൽകിക്കൊണ്ടേയിരുന്നു. നിങ്ങളെല്ലാവരും ഈ പ്രദേശം വിട്ടൊഴിഞ്ഞു പോകേണ്ടതാണ്. ടിയാനൻമെൻ സ്ക്വയർ ഒഴിപ്പിക്കാനായി മാർഷൽ ലോ ഫോഴ്സ് ആവശ്യമായ ഏതു മാർഗവും സ്വീകരിക്കും. സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഈ സാഹചര്യം വിപ്ലവ കലാപമായി മാറുന്നത് കാണാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല. ഈ മുന്നറിയിപ്പുകൾ കേട്ടിട്ടും നിങ്ങൾ ടിയാനൻമെൻ സ്ക്വയറിൽ തുടർന്നാൽ നിങ്ങളുടെ ജീവന് ഉത്തരവാദി നിങ്ങൾ തന്നെയായിരിക്കും. ഇത്തരം അനൗൺസ്മെൻറ്റുകൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്തും സൈന്യവും വിദ്യാർത്ഥി പ്രക്ഷോഭകരും പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടേയിരുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ കൂടുതൽ സൈനിക വാഹനങ്ങൾക്ക് തീയിട്ടു. സൈന്യത്തിൻ്റെ വെടിവെപ്പിൽ ഓരോ നിമിഷവും 100 കണക്കിന് പ്രക്ഷോഭകാരികൾ വെടിയേറ്റ് വീണു. കൂട്ടത്തിലെ PG മെഡിക്കൽ സ്റ്റുഡൻസ് പരിക്കു പറ്റുന്നവർക്ക് പ്രാഥമിക മെഡിക്കൽ ശുശ്രൂഷകൾ നൽകുന്നതിനും ഹോസ്പിറ്റലുകളിലേക്ക് ആക്കുന്നതിനും പ്രയത്നിച്ചുകൊണ്ടേയിരുന്നു. ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകരെ തുരത്തി ഓടിക്കാനായി സൈനിക ടാങ്കുകളും ടിയാനൻമെൻ സ്ക്വയറിൻ്റെ തലങ്ങും വിലങ്ങും ഓടി. ആ ടാങ്കുകളുടെ അടിയിൽപ്പെട്ടും 100 കണക്കിന് വിദ്യാർത്ഥികൾ ചതഞ്ഞിറങ്ങി മരിച്ചു. സൈന്യത്തിൻ്റെ മുന്നറിയിപ്പ് അവഗണിച്ചതും സൈന്യത്തെ ആക്രമിച്ചതും മരണസംഖ്യ ഉയരാൻ കാരണമായി. ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും 2600 പേരിലധികം കൊല്ലപ്പെട്ടെന്ന വാർത്ത പരക്കാൻ തുടങ്ങി. ഇതോടെ വിദ്യാർത്ഥി പ്രക്ഷോഭകർക്കിടയിൽ ഭയം പടർന്നു. ആ ടിയാനൻമെൻ സ്ക്വയർ ആകെ നിലവിളികളാലും ടാങ്കുകളുടെ ഭയപ്പെടുത്തുന്ന മുഴക്കങ്ങളാലും വെടിയൊച്ചകളാലും രക്തച്ചൊരിച്ചിലുകളാലും നിറഞ്ഞു. ആ അന്തരീക്ഷത്തിലാകെ ടിയർ ഗ്യാസിൻ്റെയും രക്തത്തിൻ്റെയും ഗന്ധം തളം കെട്ടി നിന്നു. ബീജിങ്ങിൻ്റെ ഹോസ്പിറ്റലുകളൊന്നാകെ പരിക്കേറ്റവരാലും മരണപ്പെട്ടവരാലും നിറഞ്ഞു. ടിയാനൻമെൻ സ്ക്വയറിൽ നിന്ന് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ പരിക്കേറ്റവരുമായി ഒഴിഞ്ഞു പോകാൻ തുടങ്ങി. ഒട്ടനവധി പേരെ പട്ടാളം അറസ്റ്റ് ചെയ്തു. പോരാട്ടത്തിൻ്റെ പ്രതീകമായി വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ ടിയാനൻമെൻ സ്ക്വയറിൽ പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ സ്ഥാപിച്ച 33 അടി ഉയരമുള്ള പ്രതിമ സൈന്യം ടാങ്കുകൾ കൊണ്ട് ഇടിച്ച് തകർത്ത് ടിയാനൻമെൻ സ്ക്വയറിൻ്റെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തു. അന്ന് ജൂൺ 4 സൂര്യൻ ഉദിച്ചപ്പോൾ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ പ്രഭാത കാഴ്ചകൾ അത്യധികം കൊടൂരമായിരുന്നു. ടാങ്കുകൾ കയറിയിറങ്ങിയ മനുഷ്യ ശരീരങ്ങൾ ചതഞ്ഞിറങ്ങി
തിരിച്ചറിയാൻ കഴിയാത്ത വിധം മാംസപിണ്ഡങ്ങളായി ആ ചത്തുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചിതറിക്കിടക്കുന്നു. വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ വാഹനങ്ങളിൽ കെട്ടിയിട്ട് ജീവനോടെ കത്തിച്ചു കൊന്ന പട്ടാളക്കാരുടെ വെന്തുരുക്കിയ ശരീരങ്ങൾ ആ വാഹനങ്ങളിൽ തൂങ്ങി നിൽക്കുന്നു. എന്നിട്ടും പിരിഞ്ഞു പോകാതെ ആ ടിയാനൻമെൻ സ്ക്വയറിൻ്റെ പല കോണുകളിലായി കൂടി നിൽക്കുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭകാരികൾ അപ്പോഴും അവിടെ ഉണ്ടായിരുന്നു. അവർക്ക് നേരെയും സൈന്യം ടിയർ ഗ്യാസുകൾ പ്രയോഗിച്ച് ഒന്നില്ലാതെ എല്ലാവരെയും ടിയാനൻമെൻ സ്ക്വയറിൽ നിന്നും ഒഴിപ്പിച്ചു. ചതഞ്ഞെറിഞ്ഞ മനുഷ്യ ശരീരങ്ങളും രക്തക്കറകളും നീക്കം ചെയ്ത് സൈന്യം ടിയാനൻമെൻ സ്ക്വയർ കഴുകി വൃത്തിയാക്കി. ദൃക്സാക്ഷികളും വിദേശ മാധ്യമങ്ങളും മരണസംഖ്യ 10,000-ലേറെ വരുമെന്ന് വിശ്വസിക്കുമ്പോൾ സർക്കാർ ഔദ്യോഗികമായി പറയുന്നത് 23 സൈനികർ ഉൾപ്പെടെ 241 പേർ കൊല്ലപ്പെട്ടെന്നും 7,000-ഓളം പേർക്ക് പരുക്കുകൾ പറ്റിയെന്നുമാണ്. ഈ സംഭവത്തെ തുടർന്ന് സർക്കാർ ശക്തമായ സെൻസർഷിപ്പുകൾ നടപ്പിലാക്കി. ടിയാനൻമെൻ സ്ക്വയറിൽ അത്തരത്തിലൊരു കലാപം നടന്നതായി ചൈനീസ് സർക്കാർ ഒരു രേഖകളിലും രേഖപ്പെടുത്തിയിട്ടില്ല. ചൈനയിൽ ടിയാനൻമെൻ സ്ക്വയർ പ്രതിഷേധത്തെക്കുറിച്ചോ തുടർന്ന് നടന്ന കലാപത്തെക്കുറിച്ചോ സെർച്ച് ചെയ്താൽ സർവർ ഈസ് നോട്ട് അവൈലബിൾ എന്ന് മാത്രമായിരിക്കും റിസൾട്ട്. അന്ന് വിദ്യാർത്ഥി പ്രക്ഷോഭത്തോട് അനുഭാവം പ്രകടിപ്പിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെയും മറ്റു ഉദ്യോഗസ്ഥരെയും ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തി ടിയാനൻമെൻ സ്ക്വയർ ഒഴിപ്പിച്ച ശേഷം ജൂൺ 5-ാം തീയതി ടിയാനൻമെൻ സ്ക്വയറിൽ നിന്നും മടങ്ങിപ്പോകുന്ന സൈനിക ടാങ്കുകൾക്ക് മുന്നിൽ ഒറ്റയ്ക്ക് വന്നു നിന്ന് ടാങ്ക് തടഞ്ഞ ഒരു അജ്ഞാതൻ ടാങ്ക്മാൻ എന്ന പേരിൽ ആ പ്രക്ഷോഭത്തിൻ്റെ പ്രതീകമായി മാറി. ആ ടിയാനൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തിന് സാമ്പത്തികമായി ഫണ്ട് ഇറക്കി പ്രവർത്തിച്ചു എന്ന് കരുതപ്പെടുന്ന ഹംഗേറിയൻ അമേരിക്കൻ ശതകോടീശ്വരനായ ജോർജ് സൊറോസുമായി ബന്ധപ്പെട്ട എല്ലാ ഫൗണ്ടേഷനുകളും സംഘടനകളും നിർബന്ധമായി പിരിച്ചുവിടുകയും അടച്ചുപൂട്ടുകയും ചെയ്യിപ്പിച്ചു. ജോർജ് സൊറോസിന് 12 വർഷത്തേക്ക് ചൈനയിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തി. ഇതിൽ ചൈനയുടെ വാദങ്ങൾ ശരിവയ്ക്കുന്ന ചില കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ, വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് ഊർജം പകർന്നിരുന്ന പ്രൊഫസർ ഫാങ്ലിഷിക്കും പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാവ് ഊവർ കൈഷിക്കും അമേരിക്ക അഭയം നൽകുകയും അവരുടെ തുടർന്നുള്ള ജീവിതം അമേരിക്കയിലാണ് എന്നുള്ളതുമാണ്. എന്തൊക്കെയായിരുന്നാലും 1989-ൽ വിദ്യാർത്ഥികൾ ടിയാനൻമെൻ സ്ക്വയറിൽ നടത്തിയ പ്രക്ഷോഭങ്ങൾ അനാവശ്യമായിരുന്നോ അതോ ഉപകാരപ്പെട്ടോ എന്ന് പലതവണ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് ചൈന സാമ്പത്തികമായും ലോകവിപണിയും കൈയടക്കി കുതിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു ചോദ്യം വീണ്ടും അവശേഷിക്കുന്നു. 1989-ൽ ടിയാനൻമെൻ സ്ക്വയർ പ്രക്ഷോഭത്തിനെതിരെ ചൈനീസ് ഭരണകൂടം എടുത്ത നടപടി ശരിയായിരുന്നു? ചരിത്രം ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നത് 2 വ്യത്യസ്ത കാഴ്ചപ്പാടുകളിലൂടെയാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഭരണകൂടത്തെയും സംബന്ധിച്ചിടത്തോളം അത്തരം കടുത്ത നടപടി രാജ്യത്തിൻ്റെ സുസ്ഥിരത നിലനിർത്താൻ അനിവാര്യമായിരുന്നു. ആ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയില്ലായിരുന്നുവെങ്കിൽ ചൈന മറ്റൊരു സോവിയറ്റ് യൂണിയനെ പോലെ തകർന്നു പോകുമായിരുന്നു. പിന്നീടുള്ള ചൈനയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ടതും ആ തീരുമാനമായിരുന്നുവെന്നും അവർ വിശ്വസിക്കുന്നു. എന്നാൽ മറുവശത്ത് ലോക മനസാക്ഷിയും മനുഷ്യാവകാശ പ്രവർത്തകരും ഇതിനെ കാണുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ ധ്വംസനങ്ങളിൽ ഒന്നായിട്ടാണ്. സ്വന്തം ജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ പട്ടാളത്തെ ഉപയോഗിച്ചതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ലെന്ന് അവർ വാദിക്കുന്നു. ഈ ചരിത്ര സംഭവത്തെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാട്? വിദ്യാർത്ഥി പ്രക്ഷോഭം ന്യായമായിരുന്നോ? സർക്കാർ വിദ്യാർത്ഥി പ്രക്ഷോഭം അടിച്ചമർത്തിയത് ശരിയാണോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കൊണ്ട് കമൻറ്റ് ബോക്സ് നിറയ്ക്കാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ എനിക്കും അതിയായ ആഗ്രഹമുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. ഈ വീഡിയോയ്ക്കൊരു ലൈക്ക് തരാനും മറക്കരുത്. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. വളരെ വ്യത്യസ്തമാർന്നതും അറിവ് നിറഞ്ഞതുമായ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയ്ക്കും ഇറ്റ്സ് മീ അനീഷ് റോബിൻസൺ signing off.